കൊണ്ടുപോകണം. സമ്പൂർണ്ണ ശരണാഗതി. അതിൽ ഇതംപ്രഥമമായിരിക്കുന്ന ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ ജീവിതത്തിൽ ഒത്തിരി ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, ഇല്ലേ? നമ്മുടേതെന്ന് സ്വന്തമെന്ന് കരുതിയിരുന്നവരൊക്കെ തന്നെയും നല്ല ഒരു ശതമാനവും നമ്മളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ചിലപ്പോൾ അതിൽ നമുക്ക് അഗാധമായ ദുഃഖമുണ്ടാവും, ഇല്ലേ? ചിലപ്പോൾ മനസ്സിൽ വല്ലാത്ത ഭാരമുണ്ടാവും. ഒരിക്കലും ആ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദുഃഖമുണ്ടാവണ്ട. നിങ്ങളുടേതല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ നിങ്ങളിൽ നിന്ന് ഭഗവാൻ മാറ്റിയത്. അതുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരത്തില്ലായിരിക്കാം. പറഞ്ഞത് മനസ്സിലായോ? എപ്പോഴും നമ്മളെ മാനസികമായിട്ട് തളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ വൈകാരിക തലത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും ഒരുപക്ഷെ പലപ്പോഴും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷെ ഏതൊരു മനുഷ്യനെയും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും. എങ്ങനെ? വൈകാരികമായിരിക്കുന്ന തലത്തിലൂടെ. പാർത്ഥൻ വലിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വലിയ വാഗ്ധോരണികൾ പാർത്ഥന്റെ വായിൽ നിന്നുണ്ടായി. വാസുദേവ, ഞാൻ ഇവരെയൊക്കെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യും? കൊന്നു തള്ളും. ഇതിനൊന്നും എനിക്ക് ഒട്ടും മടിയില്ല. ഞാൻ ക്ഷത്രിയനാണ്. എന്റെ മുകളിലും എന്റെ താഴെയുമായി വില്ലാളി വീരന്മാരായിരിക്കുന്ന കൂടപ്പറപ്പുകളുണ്ട്. അല്ലയോ വാസുദേവ, അങ്ങ് എന്റെ കൂടെ ഉള്ളപ്പോൾ, എന്താ പറഞ്ഞത്? അത് ഉള്ളിൽ തട്ടി പറഞ്ഞതല്ല. എങ്ങനെയാ പറഞ്ഞത്? അങ്ങ് എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ ഇതിനെയൊക്കെ ഭയക്കുന്നത്? ഭഗവാൻ കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് വേണ്ടുവണ്ണം വിധത്തിൽ ബോധമുണ്ടായില്ല ആർക്ക്? പാർത്ഥന. ഇത് മനസ്സിലാക്കിയ വാസുദേവൻ, തേരാളിയായ വാസുദേവൻ തന്റെ തേര് കൊണ്ടുപോയി നിർത്തിയത് അകർക്കളത്തിന്റെ മധ്യഭാഗത്ത്. അവിടെ ചെന്നപ്പോഴാണ് അർജുനൻ കാണുന്നത് തന്റെ ശത്രുപക്ഷത്ത് മുഴുവൻ നിൽക്കുന്നത് ആരൊക്കെയാണ്? തന്റെ കൂടപ്പറപ്പുകള്, തന്റെ ബന്ധുക്കള്, ഗുരുക്കന്മാര്. സജ്ജനങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ മഹാഭാരതം എന്ന് പറയുന്ന യുദ്ധം അത് അന്നൊരു ചരിത്ര സംഭവമായി നടന്നുവെങ്കിൽ ഇന്നത് നമ്മുടെ ജീവിതത്തിലാണ് നടക്കുക. ഹിരണ്യകശിപു പാതാളവാസിയാണ്, അല്ലെ? പാതാളവാസിയായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ മോക്ഷം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠനാഥനായിരിക്കുന്ന വിഷ്ണുവാണ് തിരുവവതാരം ചെയ്യുന്നത്. അതായത് രണ്ട് ലോകത്തിൽ കഴിയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലായിരുന്നു അന്നത്തെ എന്തുണ്ടായത്? യുദ്ധമുണ്ടായത്. ശേഷം നമ്മൾ നോക്കുമ്പോ ത്രേതായുഗത്തിലേക്ക് കടക്കുക, ഇല്ലേ? ത്രേതായുഗത്തിലേക്ക് കടക്കുമ്പോൾ അയോധ്യയുടെ ചക്രവർത്തിയായ രാമനും ലങ്കയുടെ ചക്രവർത്തിയായ രാവണനും തമ്മിലുള്ള യുദ്ധമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലായി യുദ്ധം ത്രേതായുഗത്തിൽ വന്നപ്പോൾ. ദ്വാപരയുഗത്തിലേക്ക് നോക്കുക. ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ല, ഒരു കുടുംബത്തിൽ ഒരു രക്തത്തിൽ ജനിച്ച കൂടപ്പറപ്പുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി മാറിയത്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് കലികാലത്തിലാണ്. ഇപ്പൊ കുടുംബത്തിൽ വല്ല ശത്രുക്കളുള്ളത് എവിടെ തന്നെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാ ശത്രുക്കളുള്ളത്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ തന്നെയാ ശത്രുക്കളുള്ളത്. ഒരിക്കലും നമ്മുടെ അയൽവക്കക്കാരൻ നമ്മുടെ ശത്രുവല്ല, നമ്മുടെ കൂടപ്പറപ്പുകൾ നമ്മുടെ ശത്രുക്കളല്ല, ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല. പക്ഷെ ഇവരെയൊക്കെ ശത്രുവാക്കിയത് ആരാ? നമ്മുടെ ചിന്തകളാണ്. നമ്മളും ശത്രുക്കളല്ല ആർക്കും. നമ്മൾ വെറുക്കപ്പെട്ടവനുമല്ല. നമ്മളെ വിളിച്ചു തന്നെ ശൃണ്വന്തേ വിശ്വ അമൃതസ്യ പുത്ര, മരണമില്ലാത്തവനെ, ശ്രേഷ്ഠമതിയായിരിക്കുന്നവനെ എന്ന് സംബോധന ചെയ്തു ഭാരതത്തിലെ ഋഷിമാര്. അത്രയും പവിത്രമായിരിക്കുന്ന ജന്മം കിട്ടിയ നമ്മള് മഹാഭാവികളാകുമോ? ഇവിടെ എല്ലാവരും നിങ്ങളെല്ലാം രാവിലെ വരുമ്പോ സത്സംഗത്തിന് വരുമ്പോഴും ആചാര്യം വിളിക്കാണ് ഭാവികളെ ഭാവികളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? ഇല്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. അതൊരു മനുഷ്യനെ ഒരിക്കലും അവനെ മുന്നോട്ട് കൊണ്ടുപോകില്ല. അവനെ എന്ത് ചെയ്യും? ചവിട്ടി ചവിട്ടി താഴേക്ക് കൊണ്ടുപോകും. അവനിലേക്ക് നല്ല നല്ല പ്രതീക്ഷകൾ കൊടുക്കണം. അവനെ മുൻപോട്ട് ജീവിക്കാനുള്ള പ്രചോദനം കൊടുക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുക, ഇല്ലേ? നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ? ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കണ്ട കൂടപ്പുറപ്പുകളെല്ലാം ഇന്നിപ്പോ നമ്മുടെ ജീവിതത്തിലും അതേ സ്ഥാനത്ത് നിൽപ്പില്ലേ?
ആണോ അല്ലയോ? ആണ്. സജ്ജനങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച് നാളെ ഇതുവരെ നമ്മൾ വന്നു. നമ്മൾ കുട്ടിയായിരുന്നപ്പോ, നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുമ്പോഴും ഒക്കെ ഇപ്പം ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ ആ മിഠായിയും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് എങ്ങോട്ട് വരും? വീട്ടിൽ വരും, ഇല്ലേ? വീട്ടില് ഒന്നെങ്കിൽ ആങ്ങളെ കാണും, അല്ലെങ്കിൽ അനിയത്തി കാണും, ആരെങ്കിലും കാണും. അപ്പൊ ഈ മിഠായിയും പൊതിഞ്ഞോണ്ട് വരും. ആർക്ക് കൊടുക്കാൻ പകുതി? അവനല്ലെങ്കിൽ അവൾക്ക് കൊടുക്കാനായിട്ട് പൊതിഞ്ഞോണ്ട് വരും. എന്ത് കിട്ടിയാലും എങ്ങനെ കൊടുക്കത്തുള്ളൂ? അവനും കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ഇല്ലേ? കൂടുമ്പോൾ ഇമ്പമുള്ളതിനെ എന്തെന്ന് വിളിച്ചു? കുടുംബം. പഴയ കാലത്തൊക്കെ ഓരോ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോ 5 8 10 പിള്ളേരുണ്ട്. മൂത്തതിന്റെ തൊഴിലാണ് ഇളയത്തങ്ങളെ എല്ലാം നോക്കുക എന്നുള്ളത്. പിള്ളേര് കഴിച്ചില്ലെങ്കിൽ അപ്പം കഴിക്കുകയില്ല, അപ്പം കഴിച്ചില്ലെങ്കിൽ അമ്മയും കഴിക്കുകയില്ല. അന്ന് കുടുംബത്തിലൊക്കെ 5 8 10 പിള്ളേരുള്ളപ്പോ 2 മുറിയേ ഉള്ളായിരുന്നു കുടുംബങ്ങൾക്ക്. ആ 2 മുറിയിലായിട്ട് ഇവരെല്ലാം കൂടെ അങ്ങ് കഴിഞ്ഞുകൂടും. അവിടെ സ്നേഹമെന്ന് പറയുന്ന ഒരു സാധനം നന്നായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഓരോ ഹിന്ദുക്കളുടെയും കുടുംബത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ 1 അല്ല 2 എണ്ണം വീതമേ ഉള്ളൂ മരുന്നിനെടുക്കാൻ. ഈ 1 2 എണ്ണം വളർന്നു വരുന്നതനുസരിച്ച് അമ്മയപ്പനോട് തീരുമാനിക്കും എങ്ങനെ ഈ 2 എണ്ണത്തിന് 2 വില വെച്ച് കൊടുക്കണമെന്ന്. മല്ലപ്പള്ളിയിൽ ഈ 2 എണ്ണം വളരുന്നതനുസരിച്ച് അവരും തീരുമാനിക്കും എങ്ങനെ ഈ 2 സാമാനങ്ങളെ അടിച്ച് പുറത്തിറക്കണം. എന്നിട്ട് പറയും എന്തുവാ കുടുംബം അത്രേ. എന്നിട്ട് ബാക്കി പറയുന്നത് എന്താ? എന്റെ മക്കൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല, വീട്ടുകാരനും കുഴപ്പമില്ല, വീട്ടുകാരത്തേക്കും കുഴപ്പമില്ല. കുഴപ്പമുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മോനിപ്പോ ശനിയുടെ അപഹാരമാണ്. കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടല്ല. ആരുടെ കുഴപ്പമാ? ശനിയുടെ കുഴപ്പമാണ്. ശനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്റെ മോന് ബുദ്ധിമുട്ടുള്ളത്. മനുഷ്യൻ ചന്ദ്രനിലെത്തി 50 55 60 കൊല്ലത്തോട് അടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് സനാതനികളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ തന്നെ നോക്കുമ്പോ വിവാഹപ്രായം കഴിഞ്ഞിട്ട് ആൺപിള്ളാരെയും പെൺപിള്ളാരെയും 3/4 എണ്ണത്തെയും കെട്ടിക്കാതെ നിർത്തിയേക്കുക. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപകടകാരിയുണ്ട്. അവൻ ഏതാണ്ട് ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് 5500 കോടി പ്രകാശവർഷം അപ്പുറേ കിടക്കുക. പാമ്പിടിച്ചതിന്റെ പേര് ചൊവ്വേന്ന. ഈ നടക്കൽ ദേശത്ത് ഉള്ളതായിരിക്കുന്ന ആൺപിള്ളാരുടെയും പെൺപിള്ളാരുടെയും ഒക്കെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ആരാ വരുന്നത്? ഈ നടക്ക ദേശത്ത് ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും ചോദിക്കേണ്ടിയിട്ടില്ല. സജ്ജനങ്ങളെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമുക്ക് ധർമ്മശാസ്ത്രങ്ങൾ തന്നിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കേവല വിശ്വാസിയായിട്ട് അധപ്പതിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. വിശ്വാസം കുമിഞ്ഞുകൂടി കഴിയുമ്പോ എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണ്. പറഞ്ഞത് മനസ്സിലായോ? എല്ലാ വിശ്വാസവും അന്ധവിശ്വാസം. ചില ദേശത്ത് ചെല്ലുമ്പോ ചിലർ ചോദിക്കാറുണ്ട് 5 തിരിയിട്ട് കത്തിക്കണോ, 2 തിരിയിട്ട് കത്തിക്കണോ, 3 തിരിയിട്ട് കത്തിക്കണോ? 5 8 10 30 40 എത്രയേലും ഇട്ട് കത്തിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. 1 തിരിയെങ്കിലും ഇട്ട് കത്തിക്കുക. ഇപ്പം കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോ മിക്കവാറുമുള്ള ദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ ഒറ്റത്തിരിയുള്ള വിളക്കുകളാ കത്തിക്കുക. അവിടെ ആരും നിലവിളക്ക് കത്തിക്കാറില്ല. 5 10 12 തിരിയൊന്നും ഇട്ട് കത്തിക്കാറില്ല. ചോദിച്ചപ്പോ പറഞ്ഞു 5 തിരിയിട്ട് കത്തിച്ചാൽ ഐശ്വര്യം എല്ലാം കൂടെ ഒഴുകി വരുത്തുള്ളൂ. അപ്പൊ എന്നാ ഈ ഉത്തരേന്ത്യ കിടക്കുന്ന ആർക്കും എന്നാ ഐശ്വര്യം ഒന്നും വേണ്ടേ? കേരളത്തിൽ മാത്രം മതിയോ?